Hello students, welcome to Easy Learning with Suvida. Hello students, SSLC English എക്സാമിന് ഉറപ്പായും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് മേക്ക് എ നോട്ടീസ് എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഏതെങ്കിലും ഒരു സംഘടനയോ ഒരു ക്ലബ്ബോ ഒക്കെ ഒരു പ്രോഗ്രാം കണ്ടക്ട് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ ആ പ്രോഗ്രാമിലേക്ക് മറ്റുള്ളവരെ ഇൻവൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു നോട്ടീസ് തയ്യാറാക്കുന്ന രീതിയിലായിരിക്കും സാധാരണ ചോദിക്കാറ്. അപ്പോൾ ഇതിന് നോട്ടീസ് തയ്യാറാക്കുക എന്നുള്ളതിന് പ്രത്യേക ഒരു ഫോമാറ്റ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഏത് സബ്ജക്റ്റാണ് അല്ലെങ്കിൽ ഏതാണ് വിഷയമെന്ന് അറിയില്ലെങ്കിൽ പോലും ഈ ഒരു ഫോർമാറ്റ് അറിയാമെങ്കിൽ തീർച്ചയായും നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഓക്കെ, ബാക്കിയുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രം നമുക്ക് അതിൽ എഴുതിയാൽ മതിയാവും. ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളെയും ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഒരു നോട്ടീസിൻ്റെ ഫ്രെയിമാണ് ഞാനിവിടെ പറയാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇത് നിങ്ങൾ കാണാതെ പഠിച്ചു വെക്കുക. ഏത് നോട്ടീസ് വന്നാലും നമുക്ക് ഇത് തന്നെ എഴുതാം. ഓക്കെ, അപ്പോൾ ഒരു ഫ്രെയിമിന് നിശ്ചിത മാർക്കുണ്ട്. അപ്പോൾ ഇത് പഠിച്ചു വെക്കുകയാണെങ്കിൽ കുറച്ച് കാര്യങ്ങളും കൂടെ നിങ്ങൾ എഴുതുവാണെങ്കിൽ ഫുൾ മാർക്ക് സ്കോർ ചെയ്യാം. കാണാതെ പഠിച്ചു വെക്കുക. ഓക്കെ, അതിനു മുന്നേ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോസൊക്കെ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഓക്കെ, നോട്ടീസ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ ഒരു ഫ്രെയിം ഉണ്ടാക്കി വെക്കുക. അതായത് ഒരു ബോക്സ് പോലെ വരച്ച് വെക്കുക. അപ്പോൾ നമ്മൾ 2 ബോക്സായിട്ടാണ് ഇത് തയ്യാറാക്കുന്നത്. ആദ്യം തന്നെ ഒരു ബോക്സ് വരച്ച് വെക്കുക. അതിൽ ഏറ്റവും മേളിലായിട്ട് മെയിൻ ഹെഡിങ് ആയിട്ട് നോട്ടീസ് എന്ന് തന്നെ എഴുതുക. ദെൻ 2 സബ് ഹെഡിങ് ആണ് വരിക. ഒന്ന് നെയിം ഓഫ് ദ സ്കൂൾ, അല്ലെങ്കിൽ ഏതാണോ ക്ലബ്ബ് ആണെങ്കിൽ ക്ലബ്ബ്, സ്കൂളിലെ ക്ലബ്ബ് ആണെങ്കിൽ അതിൻ്റെ പേര് എഴുതുക, നെയിം ഓഫ് സ്കൂൾ എഴുതുക. ദെൻ അടുത്ത സബ് ഹെഡിങ്ങിൽ വരുന്നത് നെയിം ഓഫ് ദ പ്രോഗ്രാം. നിങ്ങളിങ്ങനെ നെയിം ഓഫ് ദ പ്രോഗ്രാം എന്നല്ല എഴുതേണ്ടത്, അതിൽ തന്നിട്ടുള്ള ഏത് പ്രോഗ്രാം ആണോ ആ പ്രോഗ്രാം. സ്കൂളിൻ്റെ പേര് തന്നിട്ടില്ല, ഇൻ യുവർ സ്കൂൾ എന്നാണെങ്കിൽ നിങ്ങളുടെ സ്കൂളിൻ്റെ പേര്, ഏതെങ്കിലും ഒരു സ്കൂളിൻ്റെ പേര് എഴുതുക. ഓക്കെ, നിങ്ങളുടെ സ്കൂളിൻ്റെ പേര് എഴുതണ്ട, അതായിരിക്കും നല്ലത്. ഏതെങ്കിലും ഒരു സ്കൂളിൻ്റെ പേര് എഴുതുക. ഓക്കെ, ദെൻ നെയിം ഓഫ് ദ പ്രോഗ്രാം, അതിൽ തന്നിട്ടുള്ള പ്രോഗ്രാമിൻ്റെ പേര് എഴുതുക. ദെൻ നമ്മൾ അതിനെ ഈ ഓഡിയൻസിനെ അല്ലെങ്കിൽ കാണാൻ വരുന്നവരെ നമ്മൾ എന്ത് ചെയ്യണം, അഭിസംബോധന ചെയ്യണം. സോ ഡിയർ ഫ്രണ്ട്സ് എന്ന് കൊടുക്കുക. ദെൻ ഒരു കോമ ഇട്ടതിന് ശേഷം തൊട്ട് താഴെ ദ ഡാഷ് എന്ന് കൊടുത്തേക്കുന്നത് ക്ലബിൻ്റെ നെയിം. ഏതാണ് ഇപ്പോൾ റോട്ടറി ക്ലബ് ഓഫ് അവർ സ്കൂൾ ഹാസ്, അല്ലെങ്കിൽ ദ ആർട്സ് ക്ലബ് ഓഫ് അവർ സ്കൂൾ ഹാസ് ഡിസൈഡഡ് ടു കണ്ടക്ട് എ ഡാഷ്. ഞാൻ ഈ പറയുന്ന സെൻറ്റൻസസ് നിങ്ങൾ കാണാതെ പഠിച്ചു വെക്കുക. ഡിസൈഡഡ് ടു കണ്ടക്ട് എ പ്രോഗ്രാമിൻ്റെ പേര്, ഏത് പ്രോഗ്രാമാണോ ആ പ്രോഗ്രാമിൻ്റെ പേര്. അപ്പോൾ ഞങ്ങളുടെ സ്കൂളിലെ ഡിയർ ഫ്രണ്ട്സ്, ഞങ്ങളുടെ സ്കൂളിലെ ഇന്ന ക്ലബ്ബ് ഇന്ന പ്രോഗ്രാം കണ്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഡിസൈഡ് ചെയ്തിട്ടുണ്ട്. ദ പ്രോഗ്രാം വിൽ ബി ഇനാഗുറേറ്റഡ് ബൈ. ഇപ്പോൾ ഈ പ്രോഗ്രാം ഒരാൾ എന്ത് ചെയ്യണം, ഇനാഗുറേറ്റ് ചെയ്യണം അല്ലേ, ആരെങ്കിലും ഒരാൾ ഇത് ഉദ്ഘാടനം ചെയ്യണം. അപ്പോൾ ഉദ്ഘാടകൻ്റെ പേര് അവിടെ, അപ്പോൾ ചീഫ് ഗസ്റ്റ് അയാളായിരിക്കും. അപ്പോൾ ദ നെയിം പ്രോഗ്രാം വിൽ ബി ഇനാഗുറേറ്റഡ് ബൈ ദ നെയിം ഓഫ് ഇനാഗുറേറ്റർ. അവിടെ നിങ്ങൾ നെയിം ഓഫ് ഇനാഗുറേറ്റർ എന്ന് എഴുതരുത്. അതിൻ്റെ അകത്ത് ഇനാഗുറേഷൻ ആരാണോ കൊടുത്തിട്ടുള്ളത്, ക്വസ്റ്റ്യനിൽ ആരാണോ കൊടുത്തിട്ടുള്ളത് അയാളുടെ പേര് എഴുതുക. ഇനി അങ്ങനെ തന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആരെങ്കിലും ഒരു ചീഫ് ഗസ്റ്റിനെ ഇനാഗുറേറ്റർ ആയിട്ട് ഡിസൈഡ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കുക. നോട്ടീസ് എന്ന് കൊടുക്കുക. ദെൻ 2 സബ് ഹെഡിങ് ആണ്. നെയിം ഓഫ് ദ സ്കൂൾ കൊടുക്കുക, ദെൻ ദ നെയിം ഓഫ് ദ പ്രോഗ്രാം കൊടുക്കുക. അതിനുശേഷം അഭിസംബോധന ചെയ്യുക, ഡിയർ ഫ്രണ്ട്സ് എന്ന് കൊടുക്കുക. ദെൻ ദ ക്ലബ്ബ്, ഏത് ക്ലബ്ബാണോ ആ ക്ലബിൻ്റെ പേര് എഴുതുക. ഓഫ് അവർ സ്കൂൾ ഹാസ് ഡിസൈഡ് ടു കണ്ടക്ട് എ ഡാഷ് പ്രോഗ്രാമിൻ്റെ പേര്. ദ പ്രോഗ്രാം വിൽ ബി ഇനാഗുറേറ്റഡ് ബൈ ദ ഇനാഗുറേറ്ററിൻ്റെ പേര്. ഓക്കെ, ദെൻ ഒരു സെൻട്രലായിട്ട് ചെറിയൊരു ബോക്സ് വരച്ചേക്കുക. സെൻട്രലായിട്ട് ഇത്ര എഴുതിയതിന് ശേഷം സെൻട്രലായിട്ട് ഒരു ബോക്സ് വരച്ചിട്ട് ഡേറ്റ്, ടൈം, വെന്യൂ, ഡേറ്റ് അന്നത്തെ ഡേറ്റ് അതായത് ഈ പ്രോഗ്രാം കണ്ടക്ട് ചെയ്യുന്ന ദിവസത്തെ ഡേറ്റ് വേണം ഇടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഡേറ്റ്, ടൈം, ഏത് സമയത്താണെന്നുള്ളത്, ടൈം അതൊക്കെ ക്വസ്റ്റ്യനിൽ ഉണ്ടാവും. വെന്യൂ സ്ഥലമാണ്, സ്ഥലം അത് തന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ സ്കൂൾ ഓഡിറ്റോറിയം എന്ന് കൊടുക്കുക. ഓക്കെ, ദെൻ നമ്മൾ ഇത്രയും എഴുതിയതിന് ശേഷം ഓൾ ആർ വെൽക്കം ഈ ലെഫ്റ്റ് സൈഡിൽ കൊടുക്കുക. ദെൻ പ്ലേസും ഡേറ്റ് ഇപ്പുറത്ത് കിടപ്പുണ്ട്. ആ പ്ലേസും ഡേറ്റും നമ്മൾ ഈ നോട്ടീസ് അച്ചടിച്ച ദിവസത്തിലെ ഡേറ്റും പ്ലേസുമാണ് കൊടുക്കേണ്ടത്. ആ ഡേറ്റും പിന്നെ ഏത് സ്ഥലമാണോ ആ സ്ഥലവുമാണ് കൊടുക്കേണ്ടത്. അല്ലാതെ പ്രോഗ്രാം കണ്ടക്ട് ചെയ്യേണ്ട സ്ഥലം തന്നെ ആവണമെന്നില്ല, ഏതെങ്കിലും ഒരു സ്ഥലം, അതിനുശേഷം ഡേറ്റും കൊടുക്കുക. ഓക്കെ, ദെൻ ഇതിൻ്റെ റൈറ്റ് സൈഡിൽ സെക്രട്ടറി, ആരാണ് ഈ നോട്ടീസ് അടിക്കുന്നത്. അപ്പോൾ നോട്ടീസ് അച്ചടിക്കുന്ന ആളാരാണ്, സെക്രട്ടറി ആണ്. സെക്രട്ടറി ദ ക്ലബ്സ് നെയിം, ക്ലബിൻ്റെ നെയിം, സെക്രട്ടറി ഇന്ന ക്ലബിൻ്റെ സെക്രട്ടറി. അപ്പോൾ താഴെ ക്ലബിൻ്റെ നെയിമും കൂടെ കൊടുക്കുക. ഓക്കെ, ദെൻ ഇനി 2 സെക്ഷനായിട്ടാണ് ഈ നോട്ടീസ് ക്രിയേറ്റ് ചെയ്യുന്നതെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ സെക്കൻഡ് സെക്ഷനിൽ മറ്റൊരു ബോക്സ് ക്രിയേറ്റ് ചെയ്യുക. അതിൽ ഈ പ്രോഗ്രാമിൽ എന്തൊക്കെ പ്രോഗ്രാംസ് ആണ്
ഉള്ളത് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. സോ പ്രോഗ്രാം എന്ന് ഹെഡിങ് കൊടുക്കുക. ആദ്യം ഒരു ബോക്സ് വരയ്ക്കുക, ദെൻ പ്രോഗ്രാം എന്ന് ഹെഡിങ് കൊടുക്കുക. അപ്പോൾ എല്ലാ പ്രോഗ്രാമിലും ഫസ്റ്റ് എന്തായിരിക്കും? പ്രെയർ സോങ് ആയിരിക്കും. അപ്പോൾ പ്രെയർ എന്ന് കൊടുക്കുക, അത് സ്കൂൾ കൊയർ ആയിരിക്കും. ദെൻ വെൽക്കം സ്പീച്ച്. നിങ്ങൾ ഇതുപോലെ തന്നെ പഠിച്ചു വെക്കുക, ഈ ഫോമാറ്റ് തന്നെ പഠിച്ചു വെക്കുക. ദെൻ അവിടെ മാറ്റങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആഡ് ചെയ്താൽ മതിയാവും. ഓക്കെ, അപ്പോൾ ഫോർമാറ്റിന് എന്തായാലും നിങ്ങൾക്ക് ഒരു പകുതി മാർക്കെങ്കിലും കിട്ടും. ഓക്കെ, വെൽക്കം സ്പീച്ച്. ആരാണ് വെൽക്കം സ്പീച്ച്? സാധാരണ സ്കൂൾ ലീഡറാണ്. ദെൻ പ്രസിഡൻഷ്യൽ അഡ്രസ്സ്, ഹെഡ് മാസ്റ്റർ. ദെൻ ഇനാഗുറൽ അഡ്രസ്സ്. ഇനാഗുറൽ അഡ്രസ്സ് ആരായിരിക്കും? ഇനാഗുറേറ്റ് ചെയ്യുന്ന ആളായിരിക്കും, അയാളുടെ പേരവിടെ കൊടുക്കുക. ദെൻ ഫെലിസിറ്റേഷൻ ആണ്, ഒരു 2 പേര് ആശംസകൾ പറയുന്ന പോലെ കൊടുക്കുക. ഫസ്റ്റ് വൺ സ്റ്റാഫ് സെക്രട്ടറി, സെക്കൻഡ് വൺ ആരുടെയെങ്കിലും പേരവിടെ കൊടുക്കാം. ഓക്കെ, ദെൻ പ്രോഗ്രാം എന്ന് കൊടുക്കുക, അത് ബ്രാക്കറ്റിൽ കൊടുക്കുക. പ്രോഗ്രാംസ് ഒന്നും കൊടുക്കണ്ട, പ്രോഗ്രാംസ് പിന്നീട് പ്രോഗ്രാംസ് ആണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് അത് ബ്രാക്കറ്റിൽ കൊടുക്കുക. ദെൻ ഈ പ്രോഗ്രാംസ് എന്നുള്ളത് ഒരു സെൻട്രലായിട്ട് കൊടുത്താലും മതിയാവും. ദെൻ വോട്ട് ഓഫ് താങ്ക്സ്, നന്ദി പറയുകയാണ്. നന്ദി പറയുന്ന ആരാണ്? ക്ലബിൻ്റെ സെക്രട്ടറിയാണ്. പ്രോഗ്രാം കോർഡിനേറ്റ് ചെയ്യുന്ന ക്ലബ് സെക്രട്ടറിയാണ്. സോ ക്ലബ് സെക്രട്ടറി എന്ന് കൊടുക്കുക. നാഷണൽ ആന്തം, ലാസ്റ്റ് വൺ നാഷണൽ ആന്തം, അത് സ്കൂൾ കൊയർ. ഓക്കെ, ഈ ഒരു ഫ്രെയിം പഠിച്ച് വെച്ച് ഈ കാര്യങ്ങൾ കൃത്യമായി നിങ്ങൾ ഫില്ല് ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് നോട്ടീസിന് ഫുൾ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഈ ഒരൊറ്റ മോഡൽ പഠിച്ചാൽ മതിയാവും. നിങ്ങൾക്ക് ഓരോ പ്രോഗ്രാമിനനുസരിച്ച് അത് മാറ്റി കൊടുത്താൽ മാത്രം മതി. വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ എന്ത് ചെയ്യണം? കമൻറ്റ് ചെയ്യണം. ഓക്കെ.